വയനാട് ദുരന്തത്തിൽ ഇതുവരെ 224 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 154 പേരെ കാണാതായി. 1351 പേർ ക്യാമ്പുകളിൽ കഴിയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ കുട്ടിയിടം എന്ന പദ്ധതി നടപ്പാക്കും. കൗൺസിലിംഗിനായി 121 പേരടങ്ങുന്ന പ്രത്യേക ടീം സജ്ജമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തവണ വിപുലമായ ഓണാഘോഷ പരിപാടികൾ ഉണ്ടാകില്ല. ഇക്കാര്യം പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതെല്ലാം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവന നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സർക്കാർ അഭ്യർത്ഥന പൊതുവെ സ്വീകരിക്കപ്പെട്ടു. സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് കോളേജുകൾ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുകയാണ്. സംഘടനാ നേതൃത്വങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അതനുസരിച്ച് കുറഞ്ഞത് 5 ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകുമെന്നാണ് പൊതുവെ ഉണ്ടായ ധാരണ. അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാവുന്നതുമാണ്. 5 ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നൽകാൻ കഴിയുന്നവർക്ക് അങ്ങനെയാകാം. തവണകളായി സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസം 1 ദിവസത്തെയും തുറന്നുള്ള 2 മാസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിറ്റ്, വയനാട് ദുരന്തത്തിൻ്റെ ഔദ്യോഗിക വിശദീകരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത്. പുനരധിവാസം സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അതോടൊപ്പം തന്നെ സാലറി ചലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയേക്കാം എന്ന സൂചനയും നൽകുന്നുണ്ടല്ലോ. വയനാട് ദുരന്തത്തിൽ ഇതുവരെ 224 മരണമെന്നാണ് സർക്കാർ സ്ഥിരീകരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 154 പേരെ കാണാതായിട്ടുണ്ട്. 1351 പേർ ക്യാമ്പുകളിൽ കഴിയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ കുട്ടിയിടം എന്ന പദ്ധതി നടപ്പിലാക്കും. കൗൺസിലിംഗിനായി 121 പേരടങ്ങുന്ന പ്രത്യേക ടീം സജ്ജമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വിപുലമായ ഓണാഘോഷ പരിപാടികൾ ഉണ്ടാകില്ല എന്നും, എന്നാൽ ഇക്കാര്യം പിന്നീട് ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നുമാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അൺഫിറ്റ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അൺഫിറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഔദ്യോഗിക വിശദീകരണം എന്താണ് സർക്കാരിൻ്റേത്? മാത്രമല്ല, ഈ പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യത്തിൽ എന്ത് വ്യക്തതയാണ് മുഖ്യമന്ത്രി വരുത്തിയിരിക്കുന്നത്? ആഘോഷ പരിപാടികൾ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും വന്നിട്ടുണ്ടല്ലോ. രാജേഷ്, തീർച്ചയായും മുഖ്യമന്ത്രി ദുരിതാശ്വാസം, അതായത് ഈ ദുരന്തമുണ്ടായി ഇപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോഴും ഈ ദുരന്ത മേഖലയിൽ നിന്ന് തെരച്ചിലുകൾ ഇപ്പോഴും മൃതദേഹാവശിഷ്ടങ്ങളും ഉണ്ട് എന്ന രീതിയിലുള്ള തെരച്ചിലുകൾ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ച് ഉൾപ്പെടെ സൈന്യം ഉൾപ്പെടെയുള്ളവ, കാരണം സൈന്യത്തിന് പലപ്പോഴും സാങ്കേതിക രംഗത്തും ഉൾപ്പെടെ തന്നെ ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ എത്തിപ്പെടാനാകാത്ത രീതിയിലുള്ള സാങ്കേതിക മികവും ഒക്കെ ഉപയോഗിച്ച് തന്നെയും സൈന്യത്തിന് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നു. ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ച് തന്നെ സൈന്യത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ സഹകരണത്തോടു കൂടി തന്നെ ഇനിയും തെരച്ചിൽ അവിടെ തുടരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. മാത്രമല്ല, ഇനി പുനരധിവാസത്തെ കുറിച്ചാണ് സർക്കാർ ഇനി ചിന്തിക്കുന്നത്. ഈ പുനരധിവാസം സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ പ്രഖ്യാപിച്ചതുപോലെ ഒരു ടൗൺഷിപ്പ്, അതായത് കൃത്യമായ ഒരു ടൗൺഷിപ്പിലൂടെ ആ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്ന ആ ഗ്രാമങ്ങളൊക്കെ തന്നെ അതേ രീതിയിൽ, ആ വില്ലേജുകൾ ഉൾപ്പെടെ അതേ രീതിയിൽ മറ്റൊരിടത്തേക്ക് അതേ രീതിയിൽ അതേ മാതൃക തന്നെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി അതിന് എത്ര തന്നെ ആയാലും, അത് മാത്രമല്ല മുഖ്യമന്ത്രി എടുത്തു പറയുന്നത് രാജ്യത്താകമാനം ഒരു മാതൃകയാകുന്ന അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു പുനരധിവാസമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് സാധിക്കും. ആ രീതിയിൽ തന്നെയാണ് സർക്കാരിന് വിവിധ ഇടങ്ങളിൽ നിന്ന്, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിൽ നിന്ന് തന്നെ ഒരു ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ തന്നെയുമുള്ള ഒരു സഹകരണം സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ എല്ലാവരുടെയും സഹായ ഹസ്തങ്ങളൊക്കെ തന്നെയും കൈനീട്ടുന്നുണ്ട്. ഇതിന്റെയൊക്കെ തന്നെയും എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള
സർക്കാർ എന്താണോ ആലോചിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ സർക്കാർ ലക്ഷ്യമിടുന്നത് ആ രീതിയിലുള്ള ഒരു പുനരധിവാസത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മാനസികമായ പിന്തുണ, പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെ ഈ സ്ഥലം സന്ദർശിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ മാധ്യമങ്ങളോട് രാവിലെ പറഞ്ഞിരുന്നു. അതേ രീതിയിൽ തന്നെ, അതായത് മാനസിക പിന്തുണ കുട്ടികളുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ആ വെള്ളാർമല സ്കൂളിൽ അതേ രീതിയിൽ തന്നെ പുനരാവിഷ്കരിക്കുമെന്നും ഒക്കെ തന്നെ മന്ത്രി പറഞ്ഞിരുന്നു. ആ രീതിയിലുള്ള സംവിധാനങ്ങളുമായി തന്നെ സർക്കാർ പോകുന്നു. കുട്ടിയിടം എന്നൊരു പദ്ധതി ഈ വിദ്യാർത്ഥികളുടെ പഠനങ്ങൾക്ക് വേണ്ടി, അതിലേക്ക് കുട്ടികൾ മാനസികമായി എത്തപ്പെടുന്നതിന് വേണ്ടി ഒരു കുട്ടിയിടം എന്ന പദ്ധതിയുമായി സർക്കാർ വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ മുന്നോട്ട് പോകുന്ന ചുമതല ഉപവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ചുമതല നൽകുന്നു. ഈ രീതിയിൽ പുനരധിവാസവും മാനസിക പിന്തുണ, അവരുടെ മാനസിക ആരോഗ്യവും വീണ്ടെടുക്കുന്നുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ഈ ടൗൺഷിപ്പ് ചില സ്വകാര്യ വ്യക്തികൾ പോലും ടൗൺഷിപ്പ് ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയുള്ള ചില സഹായ ഹസ്തങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി അതിൽ വ്യക്തത വരുത്തി തന്നെ മുഖ്യമന്ത്രി പറയുന്നു, ഏത് തന്നെ രീതിയിലുള്ള സഹായ ഹസ്തങ്ങളൊക്കെ ലഭിച്ചാൽ പോലും ടൗൺഷിപ്പും അല്ലെങ്കിൽ ഒരു പുനരധിവാസം നടപ്പാക്കുന്നത് പൂർണ്ണമായും സർക്കാർ തന്നെ ആകുമെന്ന രീതിയിൽ ഒരു ഉറപ്പുകൂടി സർക്കാർ നൽകുകയാണ്. മാത്രമല്ല, ഈ രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികളുടെ കാര്യങ്ങൾ ഒരു ചോദ്യമായി ചോദിച്ചപ്പോൾ കൃത്യമായി മുഖ്യമന്ത്രി പറയുന്നു, എന്തായാലും അത് സ്വാഭാവികമാണ്, ഒരു ആഘോഷ പരിപാടികൾ വെട്ടിച്ചുരുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് എങ്ങനെ ആയിരിക്കണം എന്നതൊക്കെ തന്നെയും സർക്കാർ ഇനി ആലോചിച്ച് തീരുമാനിക്കും. ഇതിൽ മറ്റൊരു പ്രധാനമായ ഒരു വിവാദം ഉണ്ടായിരുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് കേരളത്തെ വിമർശിച്ചുകൊണ്ട്, അതായത് അമിത്ഷായ്ക്ക് ശേഷം അമിത്ഷാ രാജ്യസഭയിൽ കേരളത്തിൽ ഒരാഴ്ച മുന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന അമിത്ഷായുടെ ഒരു പ്രസ്താവന തന്നെ ചെറിയ രീതിയിൽ വിവാദമായിരുന്നു. അതിനുശേഷം അതിന് തൊട്ട് പിന്നാലെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഈ രീതിയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു പ്രളയം ഉണ്ടാകുന്നുള്ള പ്രധാന കാരണം അനധികൃതമായ കുടിയേറ്റവും അനധികൃതമായ കയ്യേറ്റവും ഖനനവുമായിരുന്നു എന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ പ്രസ്താവന. അത് വളരെ ഔപചാരികവും അല്ലെങ്കിൽ വളരെ ദൗർഭാഗ്യകരവും അനുചിതവും ഒരിക്കലും പറയാൻ പാടില്ലാത്തതുമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കാരണം ഈ പ്രസ്താവനയിലൂടെ, അല്ലെങ്കിൽ അനധികൃത കയ്യേറ്റവും കുടിയേറ്റവുമായിരുന്നു എന്ന പ്രസ്താവനയിലൂടെ ആ ദുരന്തത്തിൽ മരിച്ച നൂറുകണക്കിന് നിരപരാധികളും ദുരന്തത്തിൽ മരിച്ച സാധാരണക്കാരാണ്, എസ്റ്റേറ്റ് തൊഴിലാളികളാണ്, അവരെ എങ്ങനെ കുടിയേറ്റക്കാർ, അവരെ അപമാനിക്കുന്നതിന് തുല്യമായ പ്രസ്താവനയായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, തുടക്കത്തിൽ ഈ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് പ്രധാനമന്ത്രി അമിത്ഷായും ഒക്കെ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ചപ്പോൾ എന്ത് സഹായത്തിനും ഒപ്പം ഉണ്ടാകുമെന്ന് പറയുകയും പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു മനോഭാവം ചിലരുടെ ഭാഗത്തുനിന്ന് ആ മനോഭാവത്തിൽ മാറ്റം വരികയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് ഈ വനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത ദുരന്തത്തിൽ മരിച്ചവരെ അല്ലെങ്കിൽ ദുരന്തത്തിൽ ഇരയായവരെ അപമാനിക്കുന്നതിന് തുല്യമായ ഒരു പ്രസ്താവനയാണ് കേന്ദ്ര വനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത്. ഒപ്പം തന്നെ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് PIB പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ കേരളത്തിലെ ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ട്, അതായത് സംസ്ഥാന സർക്കാരിനെതിരായ ചില പഠന റിപ്പോർട്ടുകൾ തയ്യാറാക്കാനായി PIB വഴി കേന്ദ്രത്തിൽ നിന്നുള്ള ചില നീക്കമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരായ ചില റിപ്പോർട്ടുകൾ ശാസ്ത്രജ്ഞരെ കൊണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നു, കേന്ദ്രത്തിൽ നിന്നുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു, ചില ഭാഗത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇപ്പോൾ ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ഒരു പ്രസ്താവനയുമായി ചേർത്ത് വായിക്കുമ്പോൾ അത്തരം റിപ്പോർട്ടുകൾ ശരിയാകുന്ന രീതിയിലാണ് പോകുന്നത്. ഇതിനെ രാഷ്ട്രീയമായി കാണുകയാണ് കേന്ദ്രം ഉൾപ്പെടെ. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല, ചില കോണുകളിൽ നിന്ന് ഇതിനെ രാഷ്ട്രീയമായി കാണുന്നു. ഇത്തരത്തിലുണ്ടാവുന്ന നീക്കങ്ങളൊക്കെ തന്നെ അപകടകരമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലല്ല ഇത് ചെയ്യേണ്ടത്. ഇത് കേരളത്തിന്റെ മാത്രമായ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ളവ തന്നെ ലോകത്താകമാനം നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു കേരളത്തിൽ മാത്രം സംഭവിക്കുമ്പോൾ ഇതിന്റെ ഒരു പുനരധിവാസം എന്നത് സംസ്ഥാനത്തിന് മാത്രമല്ല, അത് രാജ്യമൊട്ടാകെ തന്നെ രാജ്യത്തിന്റെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് രാജ്യം ഉൾപ്പെടെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ്. ആ ഒരു ഘട്ടത്തിൽ അനാവശ്യമായ സങ്കുചിത താല്പര്യത്തോടുകൂടി ഒരു പറ്റം ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം, അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നുണ്ട്, എല്ലാവരെയും ചേർത്ത് പറയുന്നില്ല, ഒരു കൂട്ടം ആൾക്കാർ ഈ രീതിയിലെ ഒരു നീക്കം സങ്കുചിത താല്പര്യത്തോടുകൂടി രാഷ്ട്രീയമായി ഇതിനെ കാണുന്നു. ഇത് തീർച്ചയായും ദൗർഭാഗ്യകരമാണ്, അനുചിതമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ്. അതിനെ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. അതോടൊപ്പം തന്നെയും സംസ്ഥാന സർക്കാർ ഈ തെരച്ചിലുമായി മുന്നപ്പെട്ട, അതായത് ഈ ചൂരൽമലയിലും ഈ മേപ്പാടി ഉൾപ്പെടെയുള്ള ഈ അതീവ ദുരിതം നേരിട്ട് വന്നിരിക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും ദുരന്ത മേഖലയായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിൽറ്റാണ് വിശദാംശങ്ങൾ നൽകിയത്.